ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു റൊട്ടീനാണേ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാ നേരം വെളുത്തു. അപ്പോൾ അതേപോലെ തന്നെ അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ വീഡിയോസ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് എന്നും സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഓരോന്നെല്ലാം ഇടാണ്ടാവുക. അപ്പോൾ പിന്നെ ഞാനിത് അവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒപ്പിച്ചുകൊണ്ട് ഞാൻ മക്കളെ വിളിച്ചെടുത്താൻ വേണ്ടി വന്നതാട്ടോ. അങ്ങനത്തെ ഫിലിമോൾ ബ്രഷ് ചെയ്ത് ഒന്നെടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഷിബിലിമോനും തന്നെ ബ്രഷ് ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മദ്രസയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾ ആ സ്പോട്ടിൽ തന്നെ ഓഫ് ആക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയട്ടെ, എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കണം. അതേപോലെ ആവശ്യമില്ലാത്ത ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ ഓഫ് ആക്കണം. അത് വെക്ക് രണ്ടുപേർക്കും ശീലിക്കണം കേട്ടോ. അതാണ് ആ സ്പോട്ടിൽ തന്നെ ഇവർ അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ എന്ത് കാര്യം തന്നെ ചെറുതിലെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ വലുപ്പത്തിലും. അങ്ങനത്തെ അവളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വെള്ളം കുടിച്ചിട്ട് അപ്പോഴേക്കും അടുത്ത വീട്ടിൽ വണ്ടി ചാട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൾ ഓടുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. എങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പിന്നെ റോഡിന്മൊക്കെ ഇറങ്ങി നിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാനും പോയി. അതിന് ശേഷത്തെ അടുത്ത ആൾ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് സൈക്കിൾ മേളാട്ടോ പോകുന്നത്. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്താൽ പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെ സ്ഥിതി ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും നിങ്ങളെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാല് കഴുകിയിട്ട് കയറില്ലേ പറയും. പിന്നെ ഒരു കാര്യം കേട്ടോ, വീഴുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ പിന്നെ മഴ വെള്ളം അങ്ങനെ പോകുന്നത് ഇച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഞാനിന്ന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അത് അവർ പോയതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വന്നാട്ടെ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ഫിനിമോൾക്കും ഷിബിലിമോൻക്കും സ്കൂളിൽ ഷിബിലിമോൻക്ക് നേരത്തെ തന്നെ പോകണം, ട്യൂഷനും ഉണ്ട് കേട്ടോ. ഷിബിലിമോന് പോകുന്നതിന് മുന്നേ ഇക്കാക്കും പോകണം കേട്ടോ. ഇവരെ 3 പേരെയും പറഞ്ഞയച്ചാൽ പിന്നെ ഞാൻ ഫ്രീ ആവട്ടെ. അപ്പോഴേക്കും എൻ്റെ കാല് കടങ്ങി ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ആദ്യം ഞാൻ പിന്നെ 2 പേരും കൂടി മദ്രസയ്ക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോഴേക്കും ഒന്ന് റെസ്റ്റ് എടുത്തിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് കയറാറ്. ഇപ്പോൾ പിന്നെ ആദ്യം ഒന്ന് ഷിബിലിമോന് മദ്രസ ഇട്ട് വരും, പിന്നെ ഫിനിമോൾ വരും. അപ്പോൾ പിന്നെ ആ ഗ്യാപ്പിൽ എനിക്ക് റെസ്റ്റ് എടുക്കാനും പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ 2 പേരും പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. അതിന് ശേഷം പിന്നെ അടുത്ത പണി നോക്കാറ്. അങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം അടിച്ചു വരാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും മഴക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ രാവിലെ ഒരു മഴയാണല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ കണക്ക് തന്നെയാണ് മഴ. ഇപ്പോൾ പിന്നെ വെയിലും ആയില്ലേ. സിറ്റ് ഔട്ട് അടിച്ചാരി കഴിഞ്ഞപ്പോഴേക്കും അത് 7:30 ആയിട്ട് നമ്മൾ ഷിബിലിമോനും മദ്രസയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഓൺ അടിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഗേറ്റ് ഒന്ന് തുറന്നു വെച്ചു. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാം കേട്ടോ, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. ആ സ്പോട്ടിൽ തന്നെ അങ്ങനെ ഷിബിലിമോനെ കുളിച്ച് കുട്ടപ്പനായി ഡ്രസ്സൊക്കെ മാറ്റാണ് കേട്ടോ. 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണ് കേട്ടോ. ഞാനിത് 2.5 മിനിറ്റ് ആയിട്ടുള്ള വോയിസ് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും ഇത് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ. എനിക്ക് മൊബൈലൊന്നും കൂടുതൽ പിടിക്കാൻ വയ്യ കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ ഉറക്കം വരും കേട്ടോ. ഞാൻ പിന്നെ വീഡിയോസ് ഇടുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ വോയിസ് മുഴുവനാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കും. അതങ്ങനെ തട്ടിക്കൂട്ടി അങ്ങോട്ട് വോയിസൊക്കെ കണ്ട് മുഴുവനാകുന്ന കേട്ടോ. അങ്ങനത്തെ ഷിബിലിമോന് ചായ കുടിക്കാമെന്ന് വന്നു. അപ്പോൾ 2-3 ദിവസം മുന്നേ തന്നെ എനിക്ക് ചെറുതായിട്ടൊരു പനിയും ചുമയും ഒക്കെ കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചൂടുള്ള ചായ ഏതായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് ചൂടോടെ തന്നെ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തൊണ്ടൊക്കെ നല്ലതല്ല ചൂടുള്ള ചായയും ചൂടുള്ള വെള്ളമൊക്കെ. അപ്പോൾ ഞാൻ നേരെ പോലത്തെ എണീറ്റ് ആ സ്പോട്ടിൽ തന്നെ ചൂടുവെള്ളം നല്ലോണം തൊണ്ടയിൽ പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ സമാധാനം വന്നു. എനിക്ക് എപ്പോഴും തൊണ്ടക്കാണ് കേട്ടോ വരിക. പിന്നെയാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട് പനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാല് ഭയങ്കര വേദന ആയിരിക്കും കേട്ടോ. മേലും കൈയൊക്കെ വേദന ആവില്ല പനിക്കുമ്പോൾ. അപ്പോൾ ഈ വെരിക്കോസ് ഉള്ളതുകൊണ്ട് പിന്നെ കാലുമൊക്കെ ഭയങ്കര വേദന ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഷിബിലിമോനെ ആദ്യം പറഞ്ഞിരുന്നു അവർക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീർത്തി പിടിച്ചിട്ട് ചോറും കറിയൊന്നും ഉണ്ടാക്കണ്ട, പിന്നെ രാവിലെ എന്താ കടി ഉണ്ടാക്കുന്നത് അത് മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവനക്ക് പുട്ടും കടലക്കറിയും അതുപോലെ തന്നെ പപ്പടവും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ പപ്പടം കണ്ടപ്പോൾ അവനക്ക് പുട്ടിൽക്കും വേണമെന്ന് പറഞ്ഞാൽ അവനക്കും കൊടുത്തു. അങ്ങനത്തെ അവൻ്റെ ചായയൊക്കെ കൊഴിഞ്ഞുകൊണ്ട് പിന്നെ അവന് പിന്നെ റാഹത്തായി ഇറങ്ങിയിട്ട് സലാം പറഞ്ഞ് ഇറങ്ങാണ്. നമ്മളെ അമ്മമാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ മക്കൾക്ക് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കും എല്ലാം ചെയ്തുകൊണ്ട് അവരെ സ്കൂൾക്ക് മദ്രസയ്ക്കൊക്കെ പറഞ്ഞേക്കുമല്ലേ. എന്നാലും നമുക്കൊരു സമാധാനമാവുള്ളൂ അല്ലേ. അവർ സന്തോഷത്തോടെ സ്കൂൾക്ക് പോകുന്നത് മദ്രസക്ക് പോകുന്നു, അതൊരു സന്തോഷം വേറെ തന്നെ അല്ലേ. അങ്ങനത്തെ പിന്നെ അടിച്ച് വരാൻ വെച്ചിരുന്നിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ കച്ചറ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ കേട്ടോ. ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കൈയോടെ പിന്നെ പെറുക്കി എടുത്തതാണ്. പിന്നെ ഇത് വോയിസ് ഇടുന്നത് ഇന്നല്ലേ. അപ്പോഴേക്ക് പിന്നെ അസുഖങ്ങളൊക്കെ കുറേയൊക്കെ ഭേദമായിരുന്നു കേട്ടോ. പിന്നെ ഇക്ക മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നേരാക്കി എടുത്തു. പിന്നെ ചെറിയ അയിലയും അതുപോലെ തന്നെ കോരക്കുട്ടികളായിരുന്നു കേട്ടോ. അങ്ങനത്തെ കറിക്കുള്ളത് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ പൊരിച്ചെടുക്കാനുള്ളതിന് ഒന്ന് മസാല തേക്കുകയാണ്. അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഫിഷ് മസാല അതുപോലെ തന്നെ ഉപ്പും പിന്നെ ഒരിത്തിരി സുർക്കയും ഒഴിച്ചുകൊണ്ട് അതൊന്നുകൊണ്ട് മസാല തേച്ച് വെച്ചു. പിന്നെ 2 തക്കാളി 2 പച്ചമുളക് അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അത്യാവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിക്ക് വേണ്ടിയിട്ട് ഈസിക്ക് വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മീൻ നന്നാക്കാൻ ഇരിക്കുമ്പോഴേ വെച്ചതായിരുന്നു കേട്ടോ. മീൻ
നന്നാക്കി വന്നപ്പോഴേക്കും അത് തിളച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരിത്തിരി പുളിയും കൂടി പുഴിഞ്ഞ് പിന്നെ ഒഴിച്ചിരുന്നു കേട്ടോ. അങ്ങനത്തെ മീനും കൂടിയാണ് ഇട്ട് കൊടുത്തത്. നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്തിരി ചപ്പ് പുകൾക്കാണ്ട് ഇട്ട് കൊടുത്ത് അങ്ങനത്തെ കറി റെഡി ആയിട്ടാണ്. അപ്പോഴേക്കത് നമ്മൾ ഫിനിമോളും മദ്രസയിൽ നിന്ന് വന്നു കേട്ടോ. നമുക്ക് ഏതായാലും സ്കൂളിലെ ദിവസം ഒരു റെസ്റ്റ് ഇല്ല അല്ലേ. അങ്ങനത്തെ അവൾക്കും പുട്ട് തന്നെ ഇട്ട് ആക്കി കൊടുക്കുന്നത്. അവൾ പിന്നെ അതേ പറഞ്ഞിട്ടോ ഒരു കഷ്ണം മതിയെന്ന് പറഞ്ഞിട്ടോ. അവൾക്ക് പിന്നെ കടലക്കറിനേക്കാളും ഇഷ്ടം എന്താ പറയുക, അതിലുള്ള പൊട്ടാറ്റോ ഉണ്ടാവില്ല, അതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെക്കും കേട്ടോ. പൊട്ടാറ്റോ നല്ലതും അല്ലേ. അങ്ങനത്തെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അത് ഇന്ന് കിറ്റിലാക്കിയാൽ മതി കേട്ടോ. ചില ദിവസം ഓരോരോ മൂടാട്ടോ. ചില ദിവസം പറയും കിറ്റിൽ വേണം പിന്നെ ചോറും ഇതൊക്കെയെന്ന് പറയട്ടെ. ചില ദിവസം പറയും കിറ്റിൽ വേണ്ടെന്ന് പറയട്ടെ. അങ്ങനത്തെ കിറ്റിലേക്ക് ഒക്കെ ആക്കി കൊടുത്തു. പിന്നെ അത് സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡി ആവട്ടെ. അവൾ മദ്രസ വിട്ട് വരിക 8 മണിക്കട്ടെ. 8:15 വീട്ടിലെത്തും. പിന്നെ 8:40 വണ്ടിയും വരും കേട്ടോ. അങ്ങനെ അവൾ യൂണിഫോമൊക്കെ ഇട്ട് അപ്പോൾ അത് എന്നോട് ഇന്ന് കൂടി നല്ല മോഡൽ കെട്ടി തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മോഡൽ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇങ്ങനത്തെ കെട്ടിനൊക്കെ എന്താ പറയുക സമയം പിടിക്കും. സമയം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കെട്ടൊക്കെ നടക്കുള്ളൂ അല്ലേ. സ്കൂൾക്ക് പോകുമ്പോഴൊന്നും ഈ കെട്ടൊന്നും നിർത്തി പിടിച്ചിട്ടൊന്നും നടക്കില്ല. അങ്ങനത്തെ മുടി കെട്ടിയത് കാണിച്ചു തരാണ് കേട്ടോ. അങ്ങനത്തെ അവളെ ഡ്രസ്സ് മാറ്റലും പിന്നെ ഒക്കെ കഴിഞ്ഞുകൊണ്ട് അവളെ ഇറങ്ങട്ടെ. ഇന്നെ കാത്തുക്കണ്ട എന്തിനാണെന്ന് അറിയാം, സലാം പറയാനും വേണ്ടിയിട്ടോ. ഇന്നെ കാത്തുക്കുന്നത് സലാം പറയാതെ പുറത്തിറങ്ങണ കച്ചവടം നമ്മളെ 2 മക്കൾക്കും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ 2 പേരും കൂടി വണ്ടി കാത്തുക്കുന്നിടത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ടായി എടുത്തിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ആ തിന്നുന്നത്. അങ്ങനത്തെ അൽഹംദുലില്ലാ വണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കേ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ കയറി. ഇവർ സ്കൂൾ വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് കേട്ടോ. സ്കൂൾ ബസ് പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോകണം കേട്ടോ, ഹൈവേക്ക് പോകണം. അപ്പോൾ പിന്നെ ആ വണ്ടിയിലല്ല കേട്ടോ പോകുന്നത്, ഇത് പ്രൈവറ്റ് വണ്ടിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തേക്കാണ് ചെറിയ വളവുള്ളതുകൊണ്ട് അങ്ങോട്ട് വണ്ടി വരും കേട്ടോ. ഒരിത്തിരി ഒന്ന് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ അവൾ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, വണ്ടി കയറി കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനത്തെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി നാട്ടോ ഒക്കെ പരത്തിയിട്ടോണ്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് വെക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. വണ്ടി അപ്പോഴേക്ക് വരും എന്ന് വിചാരിച്ച് ഓടിയതായിരുന്നു കേട്ടോ. അങ്ങനത്തെ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ചുകൊണ്ടത് ഞാനും പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ചായ കുടിക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8:50 ആയിട്ടുണ്ടാവും കേട്ടോ. എണീറ്റ് ആ സ്പോട്ടിൽ ഒരു ഗ്ലാസ് വെള്ളാണ്ട് കുടിക്കൂട്ടോ. അയിമ്മ നമ്മളെ വണ്ടി ഇത് 8:50 9 മണി വരെയൊക്കെ അങ്ങനെ ഉന്തിയും തള്ളി പോകട്ടോ. അങ്ങനത്തെ എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാം കേട്ടോ. ഇവിടെ ആദ്യം തന്നെയാണ് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തുടക്കുമ്പോൾ ഈ ഭാഗത്തോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ടേബിളും ഒക്കെ ക്ലീൻ ആക്കി അവർ 2 പേരും ഹിക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സൗണ്ടും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ കുട്ടികളുണ്ടാവും, അവിടെ ദറസുള്ളതല്ലേ, അവിടുന്ന് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അവർ അലക്കുന്ന സൗണ്ടും അവിടെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അംഗനവാടിയിൽ നിന്ന് സൗണ്ട് ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ സൗണ്ട് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ പാത്രം കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കി. പിന്നെ അത് പപ്പടമായിരുന്നു ഇന്ന്. പിന്നെ അത് ഇത്തിരി ചോറുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലോ. പിന്നെ അത് കുടിക്കാനുള്ള വെള്ളമാണ്. പിന്നെ ആ കറി ഇന്നിങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.